എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഇന്റർനാഷണൽ മെൻസ് ഡേ കഴിഞ്ഞു പോയിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോന്നറിയില്ല, ഞാൻ അതിന്റെ ഏകദേശം ഒരു പകുതി ഘട്ടത്തോടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. ആക്ച്വലി വുമൻസ് ഡേ ഒക്കെ ഒരാഴ്ച മുൻപൊക്കെ അതിന്റെ സെലിബ്രേഷൻസ് തുടങ്ങി ആഘോഷിക്കുന്ന ഒരു നാടാവുമ്പോൾ മെൻസ് ഡേ ഇത്ര പോലും അറിയപ്പെടാതെ പോകുന്നത് ഇവിടുത്തെ പുരുഷന്മാരുടെയൊക്കെ പരാജയമായിട്ടാണോ അതോ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഈ സൊസൈറ്റിയിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് പോയി. അപ്പോൾ അതുകൊണ്ട് പറയാൻ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകളെ പോലെ ഇമാതിരി വിഷയങ്ങളിൽ ഒരു ബർത്ത്ഡേസിലോ വേറെ കാര്യങ്ങളിലോ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പുരുഷന്മാരുടെ ഇത്രത്തോളം ഉള്ള ദിവസങ്ങളൊന്നും ഇവിടെ ആഘോഷിക്കപ്പെടാത്തത്. ഇറ്റ് മേ ബി അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും തീരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതികളും ഇല്ലാത്ത ആൾക്കാരാണ് അവരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർ ദേഷ്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബാക്കി അങ്ങനെ കാണിക്കാൻ പറ്റാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ്? സങ്കടം കാണിക്കുന്നില്ല, മാക്സിമം സന്തോഷം ചിലപ്പോൾ കാണിച്ചു എന്ന് വരില്ല, സ്നേഹം കാണിക്കുന്നില്ല. അപ്പോൾ ശരിക്കും അവർ പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നടക്കുന്ന ഒരു വലിയ ആറ്റം ബോംബായി മാറുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത്. ഈക്വലിസം വേണമെന്ന് മുറവിളി കൂട്ടുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ഉയർച്ച മാത്രമല്ല, അതിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുരുഷന്മാരെ കൂടി ഇവിടെ വളർത്തിയെടുക്കണം എന്നുള്ളത് ഈ സൊസൈറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്ന, സന്തോഷം പ്രകടിപ്പിക്കുന്ന, സങ്കടം പ്രകടിപ്പിക്കുന്ന, ആവശ്യത്തിനുള്ള ഇമോഷൻസ് എല്ലാം അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രകടിപ്പിക്കുന്ന നല്ല പുരുഷന്മാരിങ്ങനെ കയറി വരട്ടെ എന്ന് നമ്മൾക്കും പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം ആൾക്കാർ ചുറ്റും ഉണ്ടാകുമ്പോൾ മാത്രമേ ജെന്യുവൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിട്ടുള്ളൂ, ജെന്യുവൻ ആയിട്ടുള്ള കൈകാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഹെഡ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലൊളിപ്പിച്ചുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കേണ്ട വേറെ എന്തോ തരം ജീവികളാണ് പുരുഷന്മാർ എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യം മാറേണ്ടത് മേ ബി പുരുഷന്മാർക്കായിരിക്കാം, ആൻഡ് അതിന്റെ കൂടെ മാറേണ്ടത് സ്ത്രീകൾക്കുമാണ്. ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഒരുപാടൊന്നും കഴിയില്ലെങ്കിലും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരും മനുഷ്യരായിട്ട് വളരട്ടെ, എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള ഈക്വലൈസ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരായിട്ട് വളരട്ടെ. പിന്നെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ സ്ത്രീകൾ ഇങ്ങനെ ബ്ലാ 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 എന്ന് സംസാരിക്കുന്ന ടൈപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരോട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും, അതിപ്പോൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പോരായ്മകളായിരിക്കാം, എന്ത് തന്നെ ആയാലും നമ്മളത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് തീരെ സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന കാറ്റഗറീസിന് ഒരു മുന്നറിയിപ്പാണ്. ഷെയർ ചെയ്യപ്പെടുമ്പോൾ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് നടക്കണമെന്നല്ല, നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അല്പസ്വല്പം ഷെയർ ചെയ്ത് അത് മനസ്സിനൊരു റിലീഫാക്കി കൊണ്ടുവരുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ലാതെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കൂടി തലയിലേറ്റി എല്ലാം താങ്ങി പിടിച്ച് ലാസ്റ്റ് ഇടും എന്നും പറഞ്ഞ് തീർന്നു പോകുന്ന, ആർക്കും മനസ്സിലാവാത്ത, എന്താ പറയുക, അങ്ങനെയല്ലേ പണ്ടത്തെ അച്ഛന്മാരുടെ രൂപങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ആർക്കും മനസ്സിലാവില്ല അവരുടെ ഉള്ളിൽ എത്ര സങ്കടമുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവും എന്നൊക്കെ ഘോരം പ്രസംഗിക്കാമെന്നല്ലാതെ അങ്ങനെയല്ല. അവരുടെ ഉള്ളിലുള്ളത് നമുക്ക് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്, അവർ ഷെയർ ചെയ്യപ്പെടേണ്ടതുണ്ട്.